ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയിലെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായ ലംഘനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളെയും ധിക്കരിക്കുന്നതും ഖത്തറിലെ പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉണ്ടാക്കുന്നതുമാണ് ഈ ആക്രമണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ മധ്യസ്ഥ ശ്രമം ഊർജിതമാക്കിയ രാജ്യമാണ് ഖത്തർ. പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നീക്കങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നതായും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽ ഉദൈദ് സൈനിക താവളം ഉൾപ്പെടെ രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഖത്തർ അധികാരികൾ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ ഉടനടി പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞു. ഈ ആക്രമണം സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. പ്രാദേശിക സുരക്ഷയിൽ ഇസ്രായേൽ തുടർച്ചയായി കൈകടത്തുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ദോഹയിലെ ആക്രമണം. ഇത് മധ്യപൂർവ്വ ദേശത്തെ പ്രാദേശിക രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കും. ഇസ്രായേൽ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചു. സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ നടുക്കവും രോഷവും പ്രകടിപ്പിച്ചു. ദോഹയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സംഭവത്തിൽ ശക്തമായി അപലപിച്ചും ഒമാനും രംഗത്തെത്തി. മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്നതും സമാധാനത്തിലേക്കുള്ള പാതയെ ദുർബലപ്പെടുത്തുന്നതുമാണ് ആക്രമണ സംഭവമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ക്രൂരമായ ആക്രമണവും അപകടകരമായ വർധനവുമാണിത്. ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര കൺവെൻഷനുകൾ ലംഘിക്കുക മാത്രമല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും വഞ്ചനയുടെയും കുറ്റകൃത്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണെന്നും ഒമാൻ പറഞ്ഞു. ഖത്തറിന്റെ നേതൃത്വത്തിനും സർക്കാരിനും ജനങ്ങളോടും പിന്തുണ അറിയിച്ച ഒമാൻ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കേണ്ടതിൻ്റെയും അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള രാജ്യത്തിൻ്റെ സ്ഥിരമായ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. മേഖലയിൽ കൂടുതൽ അസ്ഥിരത തടയുന്നതിന് ആഗോള സമൂഹം നിർണായകമായി പ്രവർത്തിക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു. ഖത്തറിന് രാജ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഖത്തർ അമീറിനെ ഫോണിൽ അറിയിച്ചു. ആക്രമണങ്ങളെ ക്രിമിനൽ നടപടിയായും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായും അപലപിച്ചു. ഖത്തറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒമാൻ ഇത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പറഞ്ഞു. ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര സമാധാനത്തെ ഇല്ലാതാക്കുമെന്നും അതിനാൽ സംയമനവും പരമാധികാരത്തോടുള്ള ബഹുമാനവും അനിവാര്യമാണെന്ന് കുവൈറ്റും പറഞ്ഞു. ഗൾഫ് സഹകരണ കൗൺസിലും ആക്രമണത്തെ അപലപിച്ചു. ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഖത്തറിനോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ ഖത്തർ എടുക്കുന്ന ഏത് നടപടിക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സ്ഥിരതയും സുരക്ഷയും കൈവരിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ നടപടിയെന്ന് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ പറഞ്ഞു. ഗാസ ആക്രമണത്തിൽ നിന്നും പിന്മാറാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല എന്നതാണ് ദോഹ ആക്രമണം സൂചിപ്പിക്കുന്നതെന്നും തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചാർട്ടറിന്റെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് ജോർദാൻ ഭരണകൂടം പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലിന്റെ പദ്ധതികളിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് യമനിലെ ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ മേധാവി മഹദി അൽ മഷ്അദ് കൂട്ടിച്ചേർത്തു.